ചൈനയിൽ ഈ ബീജിങ് പോകുമ്പോൾ അവിടെ ഈ ഗ്രേറ്റ് വാൾ കഴിഞ്ഞാൽ ഏറ്റവും കാണാൻ താല്പര്യമുള്ളൊരു സ്ഥലമാണ് ടിയാനൻമെൻ സ്ക്വയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണത് പോപ്പുലറോ നൊട്ടോറിയസോ ആയതെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതിലോട്ട് വരാം. പക്ഷേ അതിനു മുമ്പ് ഈ ടിയാനൻമെൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിയാനൻമെൻ ഗേറ്റ് അതിൻ്റെ സൗത്ത് ഉള്ള ഒരു വളരെ വിശാലമായ ഒരു ഭാഗമാണ്. വളരെ വിശാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 ഏക്കർ വരും. അപ്പോൾ അവിടെ ഈ വലിയ വലിയ സമ്മേളനങ്ങളും ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പരേഡ് പോലെയുള്ള സർക്കാരിൻ്റെ പരേഡുകൾ അതൊക്കെ നടക്കുന്ന ഒരു അതിവിശാലമായ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഈ ടിയാനൻമെൻ ഗേറ്റിൻ്റെ മറുവശത്ത്, അതായത് നോർത്തിൽ ആണ് ഫോർബിഡൻ സിറ്റി. ഈ ഫോർബിഡൻ സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ സാധാരണ ജനങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പാടില്ല. അതാണ് ഫോർബിഡൻ. അവിടെ പണ്ടത്തെ രാജാക്കന്മാർ രാജ്ഞിമാരെല്ലാം താമസിച്ചിരുന്ന ഒരു അതിവിശാലമായ സ്ഥലം. അതും ഒരു 100 ഏക്കർ വരും. അവിടെ ഒരു 10,000 കെട്ടിടങ്ങളുണ്ട്. അതായത് അതൊരു സിറ്റിയാണ്. അതിൻ്റെ വെളിയിൽ രാജകുടുംബത്തിന് ഇറങ്ങേണ്ട ആവശ്യമില്ല. എല്ലാം സെൽഫ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ അതിനകത്തോട്ട് സാധാരണ ജനങ്ങൾ കയറാതിരിക്കാനാണ് അതിനെ ഒരു ഫോർബിഡൻ സിറ്റി എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. അതിന് തെക്ക് വശത്ത്, അതായത് ടിയാനൻമെൻ ഗേറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ടിയാനൻമെൻ സ്ക്വയർ. അവിടെ ഞാൻ ഈ പറഞ്ഞ മാതിരി സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. വളരെ വിശാലമാണ്, അതിവിശാലം. നിങ്ങൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അത് ആക്ച്വലി ടിയാനൻമെൻ സ്ക്വയറിൻ്റെ സൈഡിലുള്ള പൂന്തോട്ടമാണ്. ഈ പൂന്തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ റോഡിൻ്റെ സൈഡിലുമൊക്കെ ഇതുണ്ടായിരുന്നു പൂന്തോട്ടം. അപ്പോൾ ഞാനാദ്യം എല്ലാം ഒരേപോലെ നിൽക്കുന്നത്. അപ്പോൾ ഞാനാദ്യം വിചാരിച്ചതെങ്ങാനും പ്ലാസ്റ്റിക് സാധനമാണോ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ റോഡിൽ കണ്ടതുമെല്ലാം യഥാർത്ഥ ഫ്ലവർ ആയിരുന്നിരിക്കണം. അപ്പോൾ ഈ ടിയാനൻമെൻ സ്ക്വയറും ഈ ഫോർബിഡൻ സിറ്റിയുമൊക്കെ ഒരു പ്രാധാന്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഭരണകാലത്തും ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമയത്തും ഒരുപോലെ പ്രാധാന്യം, അതായത് ഒരുപോലെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് രണ്ടും. പിന്നെ നിങ്ങൾ ഈ കാണുന്ന, ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഈ സർവീലൻസ് ക്യാമറ, അതിന് യാതൊരു പഞ്ഞവുമില്ല. അത് നിറയെ സർവീലൻസാണ്. അപ്പോൾ വീണ്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗൈഡ് പറയുന്നതനുസരിച്ച് നമ്മുടെ ചൈനക്കാരെയാണ്, അതായത് നമ്മുടെ സ്വന്തം രാജ്യക്കാരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. സ്വന്തം രാജ്യക്കാരുടെ സഹായമില്ലെങ്കിൽ വേറെ ആരും വന്ന് ഇവിടെ ഒന്നും ചെയ്യൂല എന്നുള്ളതാണ്. അപ്പോൾ ചൈനക്കാരെ തിരിച്ചറിയാനായിട്ട് അവരിങ്ങനെ കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് പിടിച്ച് ശിക്ഷിക്കുക എന്നുള്ളതല്ല അവരുടെ ഒരു അപ്രോച്ചേ വ്യത്യാസമാണ്. അവർ പ്രിവെൻറ്റീവ് അപ്രോച്ചാണ്. നമ്മൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ മെഡിസിനിൽ, അതായത് ഇവർ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് വരുമ്പം തന്നെ ഇവർ പിക്ക് ചെയ്യും. എങ്ങനെയാണ്? സകലതും അവർ സർവീലൻസ് ഉണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ആയാലും അവർക്ക് സർവീലൻസ് ഇല്ലാത്ത ഒരു മീഡിയ അവർ അവിടെ അലോ ചെയ്യൂല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ ഐഫോണെല്ലാം അവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഐഫോൺ വളരെ സെക്യൂർ അല്ലേ? അപ്പോഴേ ഗൈഡ് പറഞ്ഞാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളല്ലേ ഉണ്ടാക്കുന്ന ഐഫോൺ, അപ്പോൾ അതിനകത്ത് എന്തുണ്ടെന്ന് ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം അതത്ര വിശ്വസിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഫോൺ എന്നുള്ള കമ്പനി വെറുതെ ഇതിനെ എന്താ പറയുക, അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകളുടെ ജോലി ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ ഇസ്രയേലുകാർ എത്ര പേജർ ബോംബുകളാണ് ഒരേ സമയം പൊട്ടിച്ചത്. ഇത് വല്ല കമ്പനി അറിഞ്ഞിട്ടാണോ? അപ്പോൾ ഇതിനകത്തോട്ട് എന്ത് കയറ്റി വയ്ക്കുന്നു എന്ന് ശരിക്കും പറഞ്ഞാൽ അത് അമേരിക്കക്കാരന് അറിയാനൊന്നും നോക്കില്ല. ഇത് ചൈനക്കാരന് ഇതിനകത്തൊക്കെ സർവീലൻസ് സംഭവങ്ങൾ കയറ്റി വയ്ക്കുന്നുണ്ടാവാനാണ് സാധ്യത, ഐഫോൺ ആയാൽ പോലും. കാരണം അവിടെ ആൾക്കാർക്ക് ഐഫോൺ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഐഫോൺ അലോ ചെയ്യണമെങ്കിൽ അതിൽ ചൈനയ്ക്ക് സർവീലൻസ് വേണം, അല്ലാതെ അവർ അലോ ചെയ്യൂല. അത് വളരെ ഒരു പ്രധാനമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ കേജ്രിവാളിൻ്റെ ഐഫോൺ ഡേറ്റ, അപ്പോൾ അത് അദ്ദേഹം നല്ല കാര്യത്തിനോ ചീത്ത കാര്യത്തിനോ ഉപയോഗിച്ചോ അതെങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ അതിലെ പോയിൻ്റ് അതല്ല. ഒരു സർക്കാരിന് അതിൻ്റെ ഒരു പൗരൻ്റെ ഫോണിൻ്റെ ഡേറ്റ വേണമെങ്കിൽ അമേരിക്കയിൽ ചെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും അമേരിക്കൻ കമ്പനി അത് പറ്റൂല എന്ന് പറയുകയും ചെയ്യുന്നത് അത് പാടില്ല. ചൈനയിൽ ആ പരിപാടി നടക്കില്ല. അതാണ് അതിൻ്റെ അവിടുത്തെ ആ സേഫ്റ്റിയുടെ ഏറ്റവും പ്രധാന ഒരു ആണിക്കല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് ടിയാനൻമെൻ സ്ക്വയറിൻ്റെ നമ്മുടെ കാലത്തുള്ളൊരു പ്രാധാന്യത്തെപ്പറ്റി ആലോചിക്കാം. അതായത് 1980s 89 എങ്ങാണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഒരു വലിയ സ്റ്റുഡൻ്റ് അപ്രൈസിങ് ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സത്യാഗ്രഹം, കുത്തിയിരിപ്പ് സത്യാഗ്രഹം,
ഇങ്ങനെയൊക്കെ പോയപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഈ ബുദ്ധിജീവികളെന്ന് സ്വയം പറയുന്ന പാർട്ടികൾ അവരുടെ പരിപാടി തന്നെ ഇങ്ങനെ സ്ക്രൂ ചെയ്യുക എന്നുള്ളതാണല്ലോ. നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്, എല്ലാ നാട്ടിലും അങ്ങനെയാണ്. അവർ ഈ സ്റ്റുഡൻസിനെയൊക്കെ സ്ക്രൂ ചെയ്ത് കുറച്ച് ബഹളം കൂട്ടി. അപ്പോഴേക്കും ഈ പറഞ്ഞ മാതിരി സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രൈക്ക് അത് അക്രമാസക്തമൊക്കെ ആയി. അപ്പോൾ സർക്കാർ തീരുമാനിച്ചു ഇത് നമ്മൾ അടിച്ചമർത്തണം. അപ്പോൾ അടിച്ചമർത്താനായിട്ട് അവർ പട്ടാളത്തിനെ ഇറക്കി, ടാങ്ക് ഉൾപ്പെടെ. അതിൽ നമ്മൾ അന്ന് പത്രമൊക്കെ വായിച്ചിരുന്നവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഒരു സാധാരണ മനുഷ്യ ഒരു ടാങ്കിന് ഫ്രണ്ടിലിങ്ങനെ തടയുന്നു, ആയുധമൊന്നും ഇല്ലാതെ. അതിനെ പട്ടാളക്കാർ അയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ അപ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, നമ്മുടെ ഗൈഡ് പറഞ്ഞിടത്തോളം, ഈ രാജ്യത്തിനെതിരായിട്ടൊക്കെ ചിന്തിക്കുന്നവരെ, പ്രവർത്തിക്കുന്ന പോട്ട് ചിന്തിക്കുന്നവരെ ഈ ദുർഗുണ പരിഹാര പാഠശാല പോലെ എന്തോ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി അവരെ മെൻ്റലി അവരെ എന്താ പറയുക, അവരുടെ ചിന്തകൾ മെയിൻ സ്ട്രീമിലോട്ടാക്കും. എന്നിട്ട് പുറത്തേക്ക് വരും. എന്നാൽ ഈ ദുർഗുണ പരിഹാര പാഠശാലയിൽ പോയവരാരെങ്കിലുമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പിന്നെ എന്തിനാണ് ഇവർ സമരം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പത്രസ്വാതന്ത്ര്യം വേണം, സംഘടനാ സ്വാതന്ത്ര്യം വേണം, അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുടെ മക്കളും മരുമക്കളും ഒക്കെയാണ് പലതിലും കയറിയിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും അങ്ങനെയാണ്, ചൈനയിൽ മാത്രമല്ല. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു വമ്പിച്ച സമരമായിരുന്നു നടന്നത്. അപ്പോൾ അതിനെ സർക്കാർ അടിച്ചമർത്തി. വളരെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൂടാനുള്ള സ്ഥലം ഈ ടിയാനൻമെൻ സ്ക്വയറിലുണ്ട്. അത് കണ്ടാൽ അറിയാം. അപ്പോൾ അതിനെ അടിച്ചമർത്തുകയും ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. എത്ര മരണമെന്ന് നമുക്കറിയില്ല. വെസ്റ്റേൺ മീഡിയ പറയുന്നത് ആയിരക്കണക്കിനെന്നാണ്. ഇതാണ് ടിയാനൻമെൻ സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് മാവോയുടെ പടമാണ്. ആക്ച്വലി ഇവിടെ മാവോയുടെ ഡെഡ് ബോഡിയൊക്കെ ഈ ഇതിൻ്റെ ആപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പബ്ലിക്കിന് കാണാമെന്ന് പറയുന്നു. ഞങ്ങളാരും കണ്ടില്ല, നമ്മുടെ ഗൈഡും കണ്ടിട്ടില്ല, ഞങ്ങളും കണ്ടില്ല. പക്ഷേ അവിടെ ഡെഡ് ബോഡി ഉണ്ടെന്ന് പറയുന്നു, കാണുമായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടം മാത്രമേ നമ്മളവിടെ കാണുന്നുള്ളൂ. അല്ലാതെ ഈവൻ മാർസിൻ്റെ പടമില്ല. നമ്മുടെ നാട്ടിൽ വളരെ പ്രസിദ്ധനാണ് ഈ ചെഗുവാര എന്ന് പറഞ്ഞൊരുത്തനുണ്ടല്ലോ, ഈ കോളേജിൽ നിന്നെല്ലാം ഡ്രോപ്പ് ഔട്ടായി വിപ്ലവം ഉണ്ടാക്കാൻ നടന്നത്. അവരുടെ ഒന്നും പടം അവിടെ ഇല്ല. ഈ കേരളത്തിൽ അതും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പടം കൊണ്ടുപോയിരിക്കുന്നത് വളരെ മോശമാണ്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ആണല്ലോ നമ്മൾ വിടുന്നത്. അതിൽ നിന്ന് വേർപെട്ട് പോകുന്നവർ ചിലരൊക്കെ വളരെ നന്നായി വരുമായിരിക്കും. പക്ഷെ അതിനല്ല നമ്മൾ കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നത്, പഠിക്കാനാണ്. അപ്പോൾ പഠിക്കാതെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ ഒരുത്തൻ്റെ പടം അവിടെ വെക്കാനേ പാടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഏതായാലും ചൈനയിൽ അങ്ങനെ യാതൊരു ഇതില്ല. മാവോയുടെ പടം അതും ഇതേമാതിരി ടിയാനൻമെനിൽ കണ്ടതല്ലാതെ വേറെ ഒന്നോ രണ്ടോ സ്ഥലത്ത് കണ്ടോയെന്ന് എനിക്കൊരു സംശയം. തീരെയില്ല പടങ്ങൾ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും പടങ്ങളില്ല. ഈവൻ കൊടികൾ പോലും ഇല്ല. കൊടികൾ ചൈനീസ് കൊടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടിയും ഏതാണ്ട് ഒരുപോലെയാണ് ഇരിക്കുന്നത്. അതിൽ ചൈനീസ് കൊടിയാണ് എല്ലായിടത്തും ഉള്ളത്. ഒന്നോ രണ്ടോ സ്ഥലത്ത്, അതെനിക്ക് തോന്നുന്നു വല്ല പാർട്ടി ഓഫീസായിരിക്കും, അവിടെ മാത്രം ഈ ചൈനയുടെ കൊടിയോടൊപ്പം പാർട്ടി കൊടിയും. അല്ലാതെ രാജ്യത്തിൻ്റെ കൊടി ഇല്ലാതെ ഒരു പാർട്ടി കൊടി അവിടെ പരിപാടിയില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടില്ല. പിന്നെ ഈ സമരം ചെയ്തതിൻ്റെ ഒരു സാങ്കത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ സ്റ്റുഡൻറ്റ് സമരം ചെയ്തതിൻ്റെ ഒരു സാങ്കത്യം, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ പത്രസ്വാതന്ത്ര്യം വേണം, സംഘടനാ സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ഇതൊന്നും ഇല്ല അവിടെ ചൈനയിൽ, അതൊരു സത്യമാണ്. പക്ഷേ ഈ സ്വാതന്ത്ര്യം അൺലിമിറ്റഡായിട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, നമ്മുടെ തെരുവ് പട്ടികളെയും നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടികളെയും കൂടെ കമ്പയർ ചെയ്താൽ തെരുവ് പട്ടികൾക്ക് കംപ്ലീറ്റ് സ്വാതന്ത്ര്യമുണ്ട്, ആരും നിയന്ത്രിക്കുന്നില്ല. അതുകൊണ്ട് എന്താ, അവനവന് തോന്നുന്നതൊക്കെ ചെയ്യും, നമ്മളെ കടിക്കുകയും ചെയ്യും. വീട്ടിൽ വളർത്തുന്ന പട്ടി അങ്ങനെയല്ല, നമ്മളൊന്നും കടിക്കില്ല. നമ്മളെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നവരെ ചിലപ്പോൾ കടിച്ചേക്കും, പക്ഷേ വളരെ നല്ല സ്വഭാവമാണ്. ഇതാണ് ഒരു സിവിലൈസ് സൊസൈറ്റിക്ക് വേണ്ടത്, അതാണ്. അല്ലാതെ അൺലിമിറ്റഡ് സ്വാതന്ത്ര്യമല്ല. അപ്പം ചോദിക്കും, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേണ്ടേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വേണം. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്താണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് വേണം. ഇപ്പം നേച്ചറിൽ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ആഹാരം കഴിക്കണം ഫണ്ടമെൻ്റലായിട്ട്, കാരണം ജീവിക്കണമല്ലോ. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിസർജിക്കണം, അതും ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അപ്പോൾ അത് പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതേമാതിരി കുറേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നേച്ചർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് എനിക്ക് വിസർജിക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രോയിങ് റൂമിൽ വന്ന് വിസർജിക്കുമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ സമ്മതിക്കുമോ? അപ്പോൾ
വിസർജിക്കാൻ അതിൻ്റേതായ സ്ഥലമുണ്ട്, അവിടെ പോയി വിസർജിക്കാവുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മുടെ അഭിപ്രായ വിസർജ്യങ്ങളെല്ലാം തോന്നുന്നിടത്തൊക്കെ കൊണ്ട് വിളമ്പാൻ പറ്റൂല. നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സ്ത്രീ വന്നല്ല, എൻ്റെ പേരും മറന്നു, എന്തോ ഒരു കൗൾ, നിതാഷ കൗളോ അങ്ങനെ എങ്ങാണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ ഇവിടെ വിസർജിക്കാൻ വന്നതാണ്. പക്ഷേ ബാംഗ്ലൂർ എയർപോർട്ടിന് അകത്ത് വെച്ച് തടഞ്ഞ് ഇറങ്ങാൻ സമ്മതിക്കാതെ തിരിച്ചയച്ചു. അവിടെ ഞാൻ നോക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്തിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് അവിടെ ചെന്ന് തോന്നിയതൊന്നും പറയാൻ പറ്റൂല, പറയാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അമേരിക്കയിലെ ഒരു സ്ക്വയറിൽ ചെന്ന് സംസാരിച്ചല്ലോ. എന്തേ നമുക്ക് ടിയാനൻമെൻ സ്ക്വയറിൽ സംസാരിക്കാൻ പറ്റില്ല? കാരണം സംസാരിക്കാൻ ആക്ച്വലി ഒരു സാങ്കത്യമുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നതിൻ്റെ എങ്ങനെ അങ്ങനെ പറ്റും, അത് ചൈനക്കാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു അവസരമാണത്. പക്ഷേ അത് അവിടെ അനുവദിക്കില്ല. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ബേബി സഖാവും അവിടെ പോയിരുന്നു, ഒരു സ്ക്വയറിലും സംസാരിച്ചില്ലല്ലോ. ചൈനയിലുണ്ടായിരുന്നു, ഒരു സ്ക്വയറിലും സംസാരിച്ചില്ലല്ലോ. അപ്പോൾ അതാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും എവിടെയും പറയാം എന്നുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ല. ഒരു രാജ്യത്തിന് തീരുമാനിക്കാം ആ രാജ്യത്തിൽ എന്തൊക്കെ ആർക്കൊക്കെ പറയാം. അത് രാജ്യത്തിന് എതിരാണെങ്കിൽ അത് സമ്മതിക്കില്ല. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ടിയാനൻമെൻ സ്ക്വയറിനെ പറ്റി വേറൊന്നും പറയാനില്ല. ഇനി അടുത്ത് നമുക്ക് ഗ്രേറ്റ് വാളിലേക്ക് പോകാം. താങ്ക് യു.